പച്ചക്കറി ഒന്നും ഇല്ലെങ്കിലും നമുക്കുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതിന് വേണ്ടത് 1 കപ്പ് തേങ്ങയും 1 കപ്പ് തൈരും മാത്രം മതി. ടേസ്റ്റ് നോക്കിയാൽ ഒട്ടും കുറവൊന്നുമില്ല, റിയലി ടേസ്റ്റിയാണ്. കറി കണ്ടിട്ട് മോരുകറിയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. അതുപോലെ തോന്നിയാലും ഇതിലെ കൂട്ട് തന്നെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ടേസ്റ്റിന് നല്ല ഡിഫറൻസ് ഉണ്ട്. ഈ കറി മാത്രം കൂട്ടിയാൽ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ തന്നെ തോന്നും. വീഡിയോ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഒരു 4-5 വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഇതാണ് ആ സ്പെഷ്യൽ കൂട്ട്. ഇത് ഇതുപോലെ വറുത്ത് വരുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചൂടാറിയ വറ്റൽമുളകും ജീരകവും ചേർത്ത് കൊടുക്കാം. മാറ്റിവെച്ച 1 കപ്പ് തേങ്ങയും 1 കപ്പ് തൈരും ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതിൽ വെള്ളം ചേർക്കരുത്, ഈ തൈര് കൊണ്ട് തന്നെ അരച്ചെടുക്കണം. വെള്ളം ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇത് നന്നായി ബ്ലെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. ഇനി ഇവിടെ കറി താളിക്കാനായിട്ട് നമ്മളിവിടെ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടി വരുമ്പോൾ അവിടേക്ക് ആകെ എണ്ണ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആകെ കടുക് പൊട്ടിൻ്റെ പക്കളായിരിക്കും. ഇത് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ തന്നെ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായി വറവായി വരുന്ന അതിൻ്റെ കളറ് ഒന്ന് ചേഞ്ചായി വരുമ്പോൾ നമ്മളതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് വറവായിട്ട് വരുമ്പോൾ അതിലേക്ക് വേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഈ കറിയുടെ ഒരു ടേസ്റ്റ് വേറെ ലെവലിലെത്തിക്കുന്നത് ഇതൊക്കെ ചേർത്ത് കാച്ചി കൊണ്ടാണ്. ഇനി ഇതിലേക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ അരപ്പ് തൈര് ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ ചൂടാക്കാനേ പാടുള്ളൂ. തള വരരുത്, ഓഫ് ചെയ്യണം. ചെറുതായിട്ട് തള വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് അടിപൊളി പച്ചക്കറിയൊന്നും ചേർക്കാതെ നല്ല പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെൽ ബട്ടണിൽ ഓൾ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. എൻ്റെ ചാനലിൽ ഇതുപോലെയുള്ള നല്ല റെസിപ്പീസ് ഉണ്ട്, ഹെൽത്തി ആയിട്ടുള്ളത്. ഇതൊക്കെ കണ്ടു വെക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.